ആ എന്നിട്ട് എന്തായി? പിന്നെ എന്താവാൻ, അങ്ങനെ അത് സോൾവ് ആയി. ആ പൊന്നി വന്നോ? വന്ന് ചായ എടുത്ത് കുടിക്ക്. എനിക്കിപ്പോൾ അറിയണം, എന്നെ കൂട്ടാതെ നിങ്ങൾ ഇവിടെ എന്താ സംസാരിച്ചേ? ഞാൻ വന്നപ്പം മറയ്ക്കാൻ വേണ്ടിയല്ലേ ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞേ. ഓ, കണ്ടുപിടിച്ച് കളഞ്ഞു. അമ്മ പറ, എനിക്കറിയണം, എന്താ നിങ്ങൾ സംസാരിച്ചേ? അയ്യോ മക്കളെ, അതൊന്നും ഇല്ല, ചേച്ചിയുടെ കോളേജിലെ കാര്യം സംസാരിച്ചയാ. അമ്മ എൻ്റെ അടുത്ത് എന്താ എൻ്റെ സ്കൂളിൻ്റെ കാര്യം ചോദിക്കാത്തെ? നിന്നെയൊക്കെ ആർക്ക് വേണം? നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതല്ലേ. പോടി, നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയേ. ഓ, വന്ന പാടെ രണ്ടും തുടങ്ങി. നിനക്കൊക്കെ എന്താ പ്രശ്നം? നിങ്ങൾ രണ്ടും ഇവിടെ കിടന്ന് അടിക്കി, ഞാൻ പോവുക. നീ ചിരിക്കല്ലേ? നീ എനിക്ക് അവിടെ ഇരിക്കണം. ഇല്ല, ഞാൻ മാറില്ല, നീ വേറെ എവിടെയെങ്കിലും ചെന്നിരിക്കേ. മാറടി അങ്ങോട്ട്. പൊന്നി നോക്കമ്മേ, മാറി തരാൻ പറ. നിനക്കെന്താ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ? ഈ കൊച്ചത് എന്താ കാണിക്കുന്നേ? ഞാൻ എന്തായാലും ഇവിടെ മാറില്ല. ആ പിന്നെ മക്കൾ പറ, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ? എനിക്ക് കോളേജ് ഇഷ്ടപ്പെട്ടില്ല, ബോറാ. അതിലും പ്രത്യേകിച്ച് ഒരുത്തൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് കാണുമ്പോഴേ ദേഷ്യം വരും. നീ എന്തിനാ നോക്കാൻ പോകുന്നത്? നിനക്ക് നോക്കാൻ പോകാതിരുന്നൂടെ? അപ്പോൾ പിന്നെ ദേഷ്യം വരില്ലല്ലോ. ഇതേ പൊന്നി മിണ്ടാതിരിക്കും. നീ ആ സിറ്റുവേഷനിൽ വന്നാലേ നിനക്കത് മനസ്സിലാവും. എന്തേ, ആ കുട്ടി നിന്നെ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കാൻ പോകുന്നത്? ഓ ശരി സാർ, ഇനി നോക്കൂല. അമ്മ അവർക്കൊന്നും ആയിരിക്കില്ല, ഇവർക്കായിരിക്കും ആറ്റിറ്റ്യൂഡ്. ആ ഏതായാലും നീ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോണ്ട. നീ പോവുക, പഠിക്കുക, വരിക. ഞാൻ അങ്ങനെ തന്നെ അമ്മ ചെയ്യുന്നത്. ഞാൻ അവരുടെ അടുത്തൊന്നും ഇടപെടാറില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരി അവരുടെ ടീമാ, അതാ ഞാനും പോകുന്നത്. ആ നീ അധികം കൂട്ടൊന്നും കൂടേണ്ട ആരടുത്തും. ആ അമ്മേ, എനിക്കെങ്ങനെയും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയാൽ മതി. എനിക്ക് അവിടുത്തെ ഫ്രണ്ട്സിനെ ആരും ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെടാത്തയാണോ? നിന്നെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തയാണോ? നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അതിരിക്കട്ടെ, നീ ആരടുത്ത് ചോദിച്ചിട്ടാ എൻ്റെ ടോപ്പ് എടുത്തിട്ടേ? നിന്റെ ടോപ്പൊന്നും പേര് എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇത് അമ്മ എനിക്കും കൂടെ വാങ്ങി തന്നതാ. പൊന്നു മര്യാദയ്ക്ക് കൊണ്ട് മാറ്റിയിട്. ഇല്ല 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 അമ്മ, നോക്കമ്മ, അവളെന്നെ തള്ളുന്നു. അമ്മ എന്നെ അവളെ തള്ളിയിട്ടമ്മ. ആ കണക്കായിപ്പോയി. നീ മോശക്കാരിയൊന്നും അല്ലല്ലോ. ഞാൻ പോണു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവളെയല്ലേ ഇഷ്ടം. എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതല്ലേ. ചേച്ചി എന്ത് ചെയ്യുന്നേ? ഡാൻസ് കളിക്കുന്നു, കണ്ടിട്ട് മനസ്സിലായില്ലേ? പോ ചേച്ചി, ചുമ്മാ ഒരുമാതിരി ശത്രുക്കളോടെ പെരുമാറും പോലെ. ഞാൻ നിന്റെ അനിയത്തിയല്ലേ. ആ ബോധം നിനക്കില്ലല്ലോ. നിന്റെ വിചാരം നീയാണ് എൻ്റെ ചേച്ചി എന്നല്ലേ? അതൊക്കെ ചുമ്മാ കളിക്കല്ലേ ചേച്ചി. എനിക്കതങ്ങനെ കളിയായിട്ട് തോന്നിയിട്ടില്ല. പോട്ടെ, സാറി. എന്താ ഉദ്ദേശം ഉണ്ടല്ലോ, എന്താ കാര്യം? ഇല്ല ചേച്ചി, ഒരു ഉദ്ദേശവും ഇല്ല. അല്ലാതെ നീ ഇങ്ങനെ വരില്ലല്ലോ. ചേച്ചി ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഈ ഡ്രസ്സും ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതെന്ത്, ഈ ഡ്രസ്സിൽ നീ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ? ഇന്നാണ് ശ്രദ്ധിച്ചത്. ശരി, നിനക്ക് നീ എന്താ ആവശ്യം വേണ്ടത് അത് പറയും. ചേച്ചി പ്ലീസ് ചേച്ചി, പറ്റൂലെന്ന് പറയില്ല ചേച്ചി. നാളെ എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ടാ, ചെയ്തു തരുമോ പ്ലീസ്? ആഹാ, അതിനാണല്ലേ നീ ഇത്ര എന്നെ സോപ്പിട്ടത്. നീ സോപ്പിട്ടോണ്ട് എന്തായാലും ഞാൻ ചെയ്തു തരത്തില്ല. മര്യാദയ്ക്ക് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തു തരുമായിരുന്നു. പ്ലീസ് ചേച്ചി, എന്താണോ ചെയ്യാൻ, പ്ലീസ് ചേച്ചി എഴുതി തരൂ. എന്തും ചെയ്യും. എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടിട്ടൊന്നേ. ചേച്ചി എനിക്ക് ചായ ഇടാൻ അറിയില്ല. ആണോ? എങ്കിൽ എനിക്കും പ്രോജക്റ്റ് ചെയ്യാൻ അറിയില്ല. അറിയില്ലെങ്കിലേ അറിയാനുള്ളവരോട് ചോദിച്ചിട്ടിട്ടോ. ഇതിവിടെ വച്ചിട്ടുണ്ട്, ഞാൻ ചായ ഇട്ടിട്ട് വരാം. ഇതും കൂടെ പരിഗണിക്കണേ. ആ ശരി ശരി, ആദ്യം ഇട്ടിട്ട് വാ, എന്നിട്ട് ആലോചിക്കാം. ചേച്ചി ഇതാ. ആ അതവിടെ വെച്ചോ. ഇനിയെങ്കിലും എനിക്ക് പ്രോജക്റ്റ് ചെയ്തു തരുമോ? ആ ഇനി എൻ്റെ മുമ്പിൽ ആളാവാൻ വരുമോ? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ വരൂല. ആ ഓക്കെ, ചെയ്തു തരാം. എല്ലാം പെട്ടെന്ന് എടുത്തോണ്ടോ, നാളെ എനിക്ക് കോളേജിൽ പോകാനുള്ളതാണ്. എനിക്ക് ടൈമില്ല, രാവിലെ എഴുന്നേറ്റ് പോകാനുള്ളതാണ്. പെട്ടെന്ന് എടുത്തോണ്ടെന്ന് ചെയ്തു തരാം. ആ താങ്ക്സ്.